ന്യൂസ് ഡീകോഡ് ഇനി പോകുന്നത് ലഡാക്കിലേക്കാണ്. ലഡാക്ക് ഒരു സംഘർഷ ഭൂമിയായി മാറിയിരിക്കുന്നു. സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറുകയാണ് ചെയ്തിരിക്കുന്നത്. സംസ്ഥാന പദവി വേണമെന്ന ആവശ്യം, ലഡാക്ക് ജനതയുടെ ആവശ്യം ഇന്നോ ഇന്നലെയോ ഉയർന്നു വന്ന ഒന്നല്ല. കഴിഞ്ഞ 4 വർഷത്തോളമായി ലഡാക്ക് ജനത ഉയർത്തുന്ന ആവശ്യമാണത്. പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിലായിരുന്നു സമാധാനപരമായ ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ അവിടെ ആരംഭിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി സോനം വാങ്ചുക് നിരാഹാര സമരത്തിലുമായിരുന്നു. സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് ലഡാക്ക് അപെക്സ് ബോഡിയുടെ യുവജന വിഭാഗം ബന്ദിന് ആഹ്വാനം ചെയ്യുകയും പിന്നീട് ആ ബന്ദ് സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തത്. എന്താണ് ലഡാക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവരുടെ ആവശ്യം അത് എത്രത്തോളം ന്യായമാണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അശാന്തിയൊഴിയാതെ ലഡാക്കിൽ യുവജനങ്ങളുടെയും ഒപ്പം വിദ്യാർത്ഥികളുടെയും പ്രതിഷേധം അത് കൂടുതൽ ശക്തമാകുന്നതാണ് കാണാൻ കഴിയുന്നത്. സംഘർഷഭരിതമാവുകയാണ്. അവിടെ ആ സംഘർഷം വലിയ വെടിവെപ്പിലേക്കും അക്രമ സംഭവങ്ങളിലേക്കുമൊക്കെ വഴിമാറുന്നത് നമ്മൾ കണ്ടു. 4 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ വരുന്നു. തെരുവിൽ ആ അക്രമം വ്യാപിക്കുകയാണ്. പോലീസുമായി ഏറ്റുമുട്ടലും ലാത്തിച്ചാർജും കടകളും വാഹനങ്ങളും ഒക്കെ അഗ്നിക്കിരയാക്കുന്ന തരത്തിലേക്ക് ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ആ സംഘർഷം ശക്തമാവുകയാണ്, വ്യാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തിനു വേണ്ടിയാണ് അവരുടെ ഈ പ്രതിഷേധം? സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ തെരുവിൽ പ്രതിഷേധം അലയടിക്കുന്നത്. നമുക്കറിയാം, കാർഗിൽ, ലേ എന്നീ ജില്ലകൾ അടങ്ങിയതാണ് ലഡാക്ക്. അവിടെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ബുദ്ധമതക്കാരുമാണ് പ്രധാനമായും ലഡാക്കിൽ ജീവിച്ചു വരുന്നത്. 2019 ഓഗസ്റ്റ് 5-നാണ് രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദു ചെയ്യുന്നു. ഒപ്പം ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ എടുത്തുകളയുകയും ചെയ്തു. അപ്പോൾ ലഡാക്ക് ജമ്മു കശ്മീരിൽ നിന്ന് വിഭജിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ സ്വയംഭരണാധികാരവും നഷ്ടമായി. അപ്പോൾ നിലവിൽ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാണ് ലഡാക്കുള്ളത്. സ്വയംഭരണ പദവി എടുത്തു കളഞ്ഞതോടുകൂടി തന്നെ അവിടെയുള്ള ലഡാക്കിന്റെ ഭൂമി, തൊഴിൽ, അതുപോലെ തദ്ദേശീയ ഗോത്ര സംസ്കാരമൊക്കെ തന്നെ അവർ നഷ്ടപ്പെടുകയാണ് എന്ന് ലഡാക്കിലെ ജനത തിരിച്ചറിയുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ലഡാക്ക് ജനത ഒരു സമര രംഗത്തേക്ക് ഇറങ്ങിയത്. അതിന് നേതൃത്വം നൽകിയത് അവിടുത്തെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനാണ്. സോനം വാങ്ചുക് ആയിരുന്നു ആ സമരത്തിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നത്. ലഡാക്കിന് പ്രത്യേക പദവി അത് 1930-കൾ മുതൽ തന്നെ ഉയർന്ന ഒരു ആവശ്യമായിരുന്നു. നമുക്കറിയാം, അവിടെ വലിയ രീതിയിലുള്ള ഗോത്ര വിഭാഗങ്ങളുണ്ട്. ബാൾട്ടി, ബേഡ, ബോട്ട്, ബോട്ടോ, ചാങ്പ, ഗാര എന്നൊക്കെ തുടങ്ങി വിവിധതരം നിരവധി പ്രത്യേകതകൾ നിറഞ്ഞ ഗോത്രവർഗ വിഭാഗങ്ങളാണ് ലഡാക്കിലെ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗവും. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ എന്ന പദവി അത് വേണം എന്നുമാണ് പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, ഒന്ന് പ്രധാന പദവി വേണം, സംസ്ഥാന പദവി വേണം എന്നതാണ്. അതുപോലെ തന്നെ 6ാം ഷെഡ്യൂൾ പദവി വേണം എന്നുകൂടി പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് നോക്കാം, എന്താണ് 6ാം ഷെഡ്യൂൾ പദവി? നിരവധി ഗോത്ര വിഭാഗങ്ങൾ അടങ്ങിയതാണ് ലഡാക്കിന്റെ ജനസംഖ്യ, അല്ലെങ്കിൽ ലഡാക്കിലെ ജനത എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തദ്ദേശീയ ഗോത്ര ജനവിഭാഗങ്ങൾക്ക് അവരുടെ സ്വയംഭരണ അവകാശം നൽകുന്നതും അതുപോലെ തന്നെ അവരുടെ പരമ്പരാഗത സ്വയംഭരണ സംവിധാനങ്ങളൊക്കെ തുടരാൻ അനുവദിക്കുന്നതിന് അവകാശം നൽകുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ. ഭൂമി, അതുപോലെ തന്നെ അവരുടെ വനം, കനാൽ, വെള്ളം, കൃഷി, ഗ്രാമഭരണം, അതുപോലെ സ്വത്തിന്റെ അനന്തരാവകാശം, വിവാഹം, വിവാഹമോചനം തുടങ്ങിയ ഒരുപാട് ആചാരങ്ങൾ, സാമൂഹ്യ ആചാരങ്ങൾ എന്നിവ സംബന്ധിച്ചൊക്കെയുള്ളവയിൽ അപ്പോൾ അവർക്ക് ഒരു നിയമനിർമ്മാണം നടത്താൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ 50% ഗോത്രവിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നോക്കൂ, ലഡാക്കിലെ ഗോത്രവിഭാഗങ്ങൾ 97%. പലപ്പോഴായി കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP അവർക്ക് ഈ 6ാം ഷെഡ്യൂൾ പദവി നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെയും ആ പദവി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, പ്രധാനമായി ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുവാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമാണ് തെരുവിലിറങ്ങിയിട്ടുള്ളത്. ഈ ആർട്ടിക്കിൾ 370 അതുപോലെ തന്നെ ഈ ആർട്ടിക്കിൾ 35A എന്നിവയുടെ സംരക്ഷണം ഇല്ലാതായപ്പോൾ ഈ ലഡാക്കിലേക്ക് പുറത്തുനിന്നുള്ള ആളുകൾ വലിയ രീതിയിൽ എത്തിച്ചേരുകയും അതുപോലെ തന്നെ അവിടെയുള്ള ഭൂമി വാങ്ങാനും അവിടെ നിക്ഷേപം നടത്താനും ബിസിനസ് ആരംഭിക്കാനും ഒക്കെ മാറാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു തുറന്ന വിപണിയായി ലഡാക്ക് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ നിക്ഷേപം വലിയ രീതിയിൽ ലഡാക്കിലേക്ക് എത്തുമ്പോൾ അത് അവിടെ വലിയ രീതിയിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അവരുടെ ഗോത്ര ജീവിതത്തെ ബാധിക്കും, അവരുടെ സംസ്കാരത്തെ ബാധിക്കും എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഭയം അവിടെയുള്ള ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഭയമാണ് ഇന്ന് ഈ കാണുന്ന പ്രതിഷേധത്തിലേക്ക് വഴിമാറിയത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രതിഷേധം എത്രത്തോളം ശക്തമാണ് എന്ന് കൂടി നോക്കാം. തെരുവിലേക്ക് യുവാക്കളും വിദ്യാർത്ഥികളും വലിയ രീതിയിൽ എത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്.
യുവാക്കളും വിദ്യാർത്ഥികളും തെരുവിലേക്ക് എത്തുന്നു. അങ്ങനെ സംഘർഷത്തിലേക്ക് അത് വഴിമാറുകയാണ് ഉണ്ടായത്. ലേയിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടത്. അത് അക്രമാസക്തമാകുന്നത് കണ്ടു. പോലീസ് വാഹനങ്ങൾ അവർ അഗ്നിക്കിരയാക്കുകയാണ് ഉണ്ടായത്. BJP ഓഫീസിന് തീയിട്ടു. അങ്ങനെ പോലീസും ഈ പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ഒടുവിൽ അവിടെ ഒരു വെടിവെപ്പ് നടന്നു. അങ്ങനെയാണ് 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. 100 കണക്കിന് പേർക്ക് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ കൂടി നമുക്ക് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിന് പിന്നാലെ സംഘർഷം പരിധി വിട്ടതോടുകൂടിയാണ് അവിടെ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലേയിൽ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ കൂട്ടം കൂടാനും ഒക്കെയുള്ള നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു. അതിലും ഏറെ ദിവസങ്ങളായി സോനം വാങ്ചുക് ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് നിരാഹാര സമരം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതിഷേധം ഒരു സംഘർഷത്തിലേക്ക് കടന്നതോടുകൂടി അദ്ദേഹത്തിന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. സമാധാനപരമായ പ്രതിഷേധമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ ആക്രമണം മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അപ്പോൾ ആക്രമണം അവസാനിപ്പിക്കണം എന്ന് വാങ്ചുക് ഈ സമരക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് ലഡാക്ക് നീങ്ങിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, ഒക്ടോബർ 6 കേന്ദ്രവുമായി ഈ പ്രതിഷേധക്കാർ ഒരു ചർച്ച നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ലഡാക്കിൽ ഒരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഒരു കലാപത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത് എന്നാണ്. എന്തായാലും അത് വരും ദിവസങ്ങളിൽ അത് കൂടുതൽ രൂക്ഷമാകുമോ അതോ സമാധാനപരമായുള്ള ഒരു സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ PR അരവിന്ദ് വിശദീകരിക്കും. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് നോക്കാം. സംസ്ഥാന പദവിക്കും ഗോത്ര പദവിക്കുമായി കഴിഞ്ഞ 15 ദിവസമായി പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചുക് ലഡാക്കിൽ നിരാഹാര സമരം തുടരുകയായിരുന്നു. ആ സമരമാണ് പെട്ടെന്ന് അക്രമാസക്തമായി മാറിയത്. അതിന് കാരണമായി പറയുന്നത് സോനം വാങ്ചുക്കിനൊപ്പം നിരാഹാരമിരുന്ന 2 പേരെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പിന്നാലെ യുവാക്കളടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. ആദ്യം BJP ഓഫീസിന് തന്നെ അവർ തീയിടുകയും പിന്നീട് വലിയ പ്രതിഷേധമാണ് ലഡാക്കിലെ റോഡുകളടക്കം നടത്തിയത്. പോലീസിന് നേരെ കല്ലെറിയുകയും പോലീസ് വാഹനങ്ങളടക്കം കത്തിക്കുകയും അടിച്ചു നശിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ ഉണ്ടായ പ്രതിഷേധങ്ങളിൽ ഇതുവരെ 4 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. 70-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുള്ള എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത്തരം അക്രമ സംഭവങ്ങളെ അപലപിച്ചുകൊണ്ട് സോനം വാങ്ചുക് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ സമരത്തിന്റെ ലക്ഷ്യത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് ഇത്തരം അക്രമ സംഭവങ്ങളെന്ന് സോനം വാങ്ചുക് ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ വലിയ സുരക്ഷയാണ് ലഡാക്കിലടക്കം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ സംഘം ചേരരുതെന്നുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം നമുക്കറിയാം. കഴിഞ്ഞ മാസങ്ങളിൽ 3 മാസങ്ങൾക്ക് മുമ്പാണ് സോനം വാങ്ചുക് ഡൽഹിയിൽ ചില സമര പരിപാടികൾ നടത്തിയിരുന്നു. നിരാഹാര സമരം അന്ന് സോനം വാങ്ചുക് നടത്തുകയും പിന്നീട് കേന്ദ്ര സർക്കാർ അടക്കം ഇടപെട്ടുകൊണ്ട് ഇതിലൊരു പരിഹാരം കാണാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് സോനം വാങ്ചുക് പിന്നീട് ലണ്ടനിലേക്ക് മടങ്ങുകയും പക്ഷേ പിന്നീട് നടത്തിയ ചർച്ചകളടക്കം ഈ കേന്ദ്ര സർക്കാർ അന്ന് സ്വീകരിച്ച നിലപാടിൽ നിന്ന് മാറുകയും അതൊരു പരാജയമായി മാറുകയും ചെയ്തത്. എന്തായാലും ഇതിന് പിന്നാലെയാണ് വീണ്ടും നിരാഹാര സമരവുമായി സോനം വാങ്ചുക് രംഗത്തെത്തുകയും ഇപ്പോൾ ആ സമരം വലിയൊരു അക്രമ സംഭവമായി മാറിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. നേപ്പാളിന് സമാനമായ ജെൻസി പ്രതിഷേധം എന്നുള്ള വിലയിരുത്തലെല്ലാം വിവിധ കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇതിനെതിരെ വിമർശനവുമായി BJPയും രംഗത്ത് വന്നിരിക്കുന്നു. ഇത്തരത്തിൽ ജെൻസി സമരമാണ് നടക്കുന്നതെന്ന ഒരു പരാമർശം പല കോണിൽ നിന്ന് വരുന്നു. അത് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് BJP ഇപ്പോൾ ആരോപിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തും തന്നെ ഇത്തരമുള്ള ആഹ്വാനങ്ങൾ പലതവണ നടന്നുവെന്നും BJP ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ കോൺഗ്രസിന്റെ ഒരു കൗൺസിലറാണ് ഇത്തരത്തിൽ ഈ ആക്രമത്തിന് നേതൃത്വം നൽകിയെന്ന് അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടെന്നും BJP ആരോപിച്ചു. എന്തായാലും വരും ദിവസങ്ങളടക്കം വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ഒരുപക്ഷെ ഈ ലഡാക്കിലെ ഈ സംഘർഷം വഴിവെച്ചേക്കാം. എന്തായാലും സോനം വാങ്ചുക് അദ്ദേഹത്തിന്റെ നിരാഹാരം തുടരുകയാണ്. തന്റെ ഉദ്യമനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെ സോനം വാങ്ചുക് വ്യക്തമാക്കുന്നു. എന്തായാലും ഒക്ടോബർ 6 കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ ചർച്ച നടത്തിയേക്കാമെന്ന സൂചനകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും അക്രമ സംഭവങ്ങൾ ഇപ്പോൾ അല്പം സമാധാനമായിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നു. നിരോധനാജ്ഞ അടക്കം ഈ മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതാണ് നിലവിലെ സ്ഥിതി. എന്തായാലും സമവായത്തിലൂടെ ഒരു പ്രശ്ന പരിഹാരം അല്ലെങ്കിൽ ഈ സംഘർഷത്തിന് അയവ് വരുമോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും കൂടുതൽ നടപടിയിലേക്ക് ഒരുപക്ഷെ സേനയൊക്കെ കൂടുതൽ ഇടങ്ങളിലേക്ക് വിന്യസിച്ച ഒരു ക്രമസമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. പക്ഷേ അത് കൂടുതൽ ഈ പ്രതിഷേധക്കാരെ പ്രകോപിപ്പിച്ചേക്കും. അപ്പോൾ സംഘർഷം കൂടുതൽ വ്യാപിക്കുമോ എന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്.